അപ്പോൾ ഈ നോമ്പ് കാലഘട്ടമായി രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഈ നോമ്പ് സമയത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഈ രാഷ്ട്രീയപരമായി ഉള്ള കാര്യങ്ങളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ, കേരളത്തിലടക്കം നിരവധി ആരാധകരുള്ള വിജയുടെ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നോമ്പ് തുറക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുകയും മുസ്ലിംസിന്റെ ആചാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, വൈറലാവുകയും ചെയ്തു ആ ഫോട്ടോ. അതേ തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയപരമായി സിനിമാ നടൻ എന്നതിലുപരി ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്കാണ് ആ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനെതിരെ ഇപ്പൊ രൂക്ഷമായ വിമർശനമാണ് ഇപ്പൊ വിജയ് അടക്കം വിജയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അവരുടെ ഒരു അത്തരത്തിൽ അങ്ങനെ നടത്തുന്നതെന്ന് പറയുന്നത് നോമ്പെടുക്കാതെയും ഉപവാസം അനുഷ്ഠിക്കാതെ എടുക്കുന്നത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് അവര് പറയുന്നത്. അത് മാത്രമല്ല രാഷ്ട്രീയപരമായിട്ട് മുസ്ലിങ്ങളെ കൂടെ കൂട്ടാനുള്ള ഒരു വിജയുടെ തന്ത്രമായിട്ടും അവര് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു നടൻ ഇല്ലെങ്കിൽ ഒരു സ്നേഹത്തിലപ്പുറം രാഷ്ട്രീയപരമായിട്ട് ന്യൂനപക്ഷമായി നിൽക്കുന്ന മുസ്ലിമുകളെ തന്റെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർത്ത് രാഷ്ട്രീയ പാർട്ടി ഇത്രയും കൂടെ വിപുലീകരിക്കാനുള്ള ഒരു തന്ത്രപരമായ കളികളായിരുന്നു ഈ ഇഫ്താർ വിരുന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരത്തിൽ രാഷ്ട്രീയപരമായ കുബുദ്ധിക്ക് വേണ്ടിയാണ് അവരുടെ ഒരു വിശ്വാസത്തെ ഉപയോഗിച്ചു എന്നുള്ളത് അവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം. അത് മാത്രമല്ല, ഒരു സിനിമാ നടനായിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇതിനേക്കാൾ സ്വീകാര്യത ചിലപ്പോൾ ലഭിച്ചേനെ. പക്ഷെ ഒരു രാഷ്ട്രീയപരമായി നിൽക്കുമ്പോൾ അത് മുസ്ലിമുകൾ തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. കാരണം അവരെയും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നത് നമുക്ക് അത്ര പ്രശ്നം വരത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ പോലും അവരതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന വിജയ്ക്ക് ഇത്രയും ഒരു പ്രശ്നം വരില്ലായിരുന്നു. പക്ഷെ ഇത് മുസ്ലിങ്ങൾ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതെ, കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിക്കും എന്നുള്ളതും സിനിമാ ജീവിതത്തിൽ അവസാനം കുറിക്കുകയും പാർട്ടി ജീവിതം തുടങ്ങുകയാണെന്നുള്ളൊരു വാർത്തയൊക്കെ കഴിഞ്ഞ വർഷം അതായത് ഡിസംബറിലൂടെയൊക്കെയാണ് അദ്ദേഹം തുടങ്ങിയത്. തമിഴ് വെട്രി കഴകം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര്. അപ്പൊ അതിലൂടെ തമിഴ് ജനത ഇപ്പോഴുള്ള രാഷ്ട്രീയപരമായി നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം വിശ്വസിക്കാതെ പുതിയതായിട്ടൊരു രാഷ്ട്രീയപരമായ ഒരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് വിജയ് അതിലുള്ള ലക്ഷ്യം വെക്കുന്നത്. പാർട്ടിക്കും അദ്ദേഹത്തിനും ഒക്കെ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ. കാരണം നിലവിൽ തമിഴ്നാട്ടിൽ നിൽക്കുന്ന അനീതിക്കെതിരെയും ആക്രമണങ്ങൾ എല്ലാത്തിനെയും എതിർത്ത് വിജയ് ഒരു നല്ല രീതിയിൽ, കാരണം വിജയ് നമുക്കറിയാം ഒരുപാട് ഒരു സിനിമാ നടൻ എന്ന നിലയിലും അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികളെ ആണെങ്കിലും എല്ലാ രീതിയിലും സഹായിക്കുന്ന അതിനൊരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് മാറി. തമിഴ്നാടിന്റെ വികസനത്തിന് കൂടുതലും പ്രവർത്തിക്കും, അതുപോലെ സാധാരണക്കാരായ ആളുകളെ മുൻനിരയിലോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കും എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു വിമർശനത്തിലൂടെയാണ് ഇപ്പം വിജയ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, യഥാർത്ഥത്തിൽ അദ്ദേഹം പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ SSLC +2 പരീക്ഷകളിലൊക്കെ നല്ല വിജയം മേടിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുക, പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക, അതിനുപരി നമ്മൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ചെയ്യുക, പല സ്ഥലങ്ങളിലും അരി ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്നൊരു അഭിനേതാവിനെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം എന്ന അഭിനേതാവിനെ നമുക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം അതുവരെയും അദ്ദേഹം ഒരു അഭിനേതാവായിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോൾ രാഷ്ട്രീയപരമായും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത്. അതിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. അതും ഒരു നമ്മള് ഇഫ്താർ വിരുന്ന് എല്ലാവർക്കും ഒരുക്കാമെന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരു ഇതാണ്. കാരണം അതിന് നോമ്പാചരിക്കണം എന്നുള്ള ഉണ്ടോ എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തില്. മുസ്ലിംസ് മാത്രമാണ് വിജയ്, പക്ഷെ മുസ്ലിം അല്ല. അദ്ദേഹം തൊപ്പി വെക്കുക അങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ ആചാരം പോലെ തന്നെ ആചാരങ്ങൾ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ അത്ര ഒരു വിമർശനം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ അപ്പൊ തന്നെ അത് പറയാമായിരുന്നു. കാരണം ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത് എല്ലാവരും ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഇഫ്താർ വിരുന്നിന് ഇപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം വിളിച്ച് നമ്മള് സന്തോഷം പങ്കുവെക്കുന്നതാണ്. ക്രിസ്ത്യൻസ് ആണെങ്കിലും ഒക്കെ ഒരുക്കി അവരെ വിളിക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട്. വലിയൊരു കുറ്റമായിട്ട് തന്നെ കണക്കാക്കപ്പെടുകയാണ് ഇപ്പോൾ. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഇപ്പൊ വലിയ ട്രോളുകളും, അതായത് ഇപ്പം ഒരു അഭിനേതാവ് എന്ന നിലയ്ക്ക് സ്വീകാര്യനായ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു സിനിമയോടെ കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ഒരു സിനിമാ ജീവിതം ഇല്ല, അവസാനിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷെ അതിനുശേഷം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നുള്ളതാണ്. പക്ഷെ ഇതിനു മുമ്പും കമലഹാസൻ അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിലാണ് ഒരു സിനിമയിലെ അഭിനേതാവ് എന്ന നിലയിൽ ഏറ്റവും നല്ല ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങുകയും അതിനുശേഷം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തതിനു ശേഷം രാഷ്ട്രീയം പച്ച പിടിക്കുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയം എനിക്ക് പറ്റിയ പണിയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയ സമയത്ത് വീണ്ടും അദ്ദേഹം തിരിച്ച് അഭിനയത്തിലേക്ക് എത്തി. അതുപോലെ തന്നെ ചിലപ്പോൾ
വിജയിക്കും സാധിക്കും? എനിക്ക് തോന്നുന്നു വിജയ് പക്ഷെ ആളുകൾക്ക് അതായത് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ എങ്ങനെ ആളുകള് വിജയിനെ കാണുമെന്നുള്ളതാണ് ഈ നമ്മള് നോക്കേണ്ട കാര്യം. യഥാർത്ഥത്തില് ഈ ഒരു കാര്യത്തെ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തില് വിമർശിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇതിനു മുമ്പും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ആളുകളെ സഹായിക്കുക അങ്ങനെയുള്ള. അപ്പം അത് മാത്രല്ല, വിജയ്ക്ക് ഇപ്പൊ മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷം വേണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ അദ്ദേഹം ഇങ്ങനത്തെ ഒരു പ്രവൃത്തി തോന്നുന്നില്ല. അതെ, യഥാർത്ഥത്തില് അപ്പം അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടായിരിക്കില്ല. യഥാർത്ഥത്തില് രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന് പല പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ പോലും ഇതിനെ ഇത്തരത്തിൽ മതവൽക്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതും, അല്ലെങ്കിൽ ഇതിനെ ഇത്രത്തോളം മതവിദ്വേഷത ഇന്ത്യയിലടക്കം ഇങ്ങനെ പരത്തുന്നത് എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കണം. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇഫ്താർ വിരുന്ന് എന്നൊക്കെ പറയുന്നത് നമ്മളും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെ ഇത്തരത്തിൽ മോശമായിട്ട് പരാമർശിക്കുന്ന ഒരു നല്ലതല്ല. അപ്പം എല്ലാവർക്കും അത് മനസ്സിലാക്കണം. എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ച് നമുക്ക് നല്ലൊരു ദിവസങ്ങൾ ഇനി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.